പ്രപഞ്ചത്തിൽ ഓരോ സെക്കൻഡും പല തരത്തിലുള്ള കളക്റ്റീവ് ഷിഫ്റ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ തന്നെ നമ്മൾ ഒരു 1000-2000 ഷിഫ്റ്റിലൂടെയെങ്കിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് റൈറ്റ് നൗ സംഭവിക്കുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കളക്റ്റീവ് ഷിഫ്റ്റാണ് ലോകത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ഗുരുതത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഗുരുതത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി വന്ന് പറയുന്നു ഞാൻ ഗുരുവാണ്, ഞാൻ എൻലൈറ്റൻഡ് ആയ പേഴ്സൺ ആണ്. അതല്ല ഗുരുതത്വം. ശരിക്കും റിയൽ ആയിട്ടുള്ള ജ്ഞാനം പ്രസൻറ്റ് ചെയ്യാൻ നമ്മളെ ഇനേബിൾ ചെയ്യുന്ന ഒരു ശക്തി, ഒരു എനർജി പ്ലാറ്റ്ഫോം, ഒരു ഫിനോമിന, അതിനെയാണ് ഗുരുതത്വം എന്ന് പറയുന്നത്. അതൊരു രൂപമോ ഭാവമോ മനുഷ്യനോ ശരീരമോ ഒന്നുമല്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇറ്റ് ജസ്റ്റ് ആൻ എനർജി. അതിവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന സിദ്ധരും ഋഷികളും യോഗികളും അദൃശ്യമായ സൂക്ഷ്മ ശരീരത്തിൽ ഭൂമിയിൽ അവൈലബിൾ ആണെങ്കിൽ പോലും കറൻ്റ്ലി ഒരു ശരീരത്തിൽ ഗുരുതത്വം കൊണ്ടുവന്ന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഭൂമി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ റിസൾട്ടായിട്ട് സിൻസിയറായി ആത്മീയതയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗുരു ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ ഡെഫിനറ്റ്ലി ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ഒരു ബിസിനസ് മാർക്കറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗുരുജി ബിസിനസ് ഇപ്പോൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെയൊന്നും ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ആൾക്കാർക്ക് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ പുറത്തുള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മഗുരുവിനെ, അതായത് ആ മഹാഗുരുവായിട്ടുള്ള ശിവനെ തന്നെ ആശ്രയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ശിവതത്വം ഓർ ഈ പറയുന്ന മഹാഗുരു തത്വം, ശിവൻ്റെ ആ ഒരു എനർജി സ്വയമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. യോഗയിൽ ശിവതത്വം അല്ലെങ്കിൽ ഗുരുതത്വം എന്ന് വിശേഷിപ്പിക്കുന്നത് കുണ്ടലിനി സിസ്റ്റത്തെയാണ്. ടെക്നിക്കൽ ടേം പ്രകാരം പറയുകയാണെങ്കിൽ മൂലാധാര ചക്രം, അതാണ് ശക്തി, പ്രകൃതി. ഇത് ഉയർന്നുയർന്ന് പല ജന്മങ്ങളായിട്ടുള്ള പ്രാക്ടീസ് കാരണം കുണ്ടലിനി മുഴുവനും റൈസായിട്ട് തേർഡ് ഐയും ക്രോസ് ചെയ്ത് സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ് അവിടെ പുരുഷതത്വം ആക്ടിവേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ശിവതത്വം. ഞാൻ എത്തിരുമ്പോൾ പറഞ്ഞ അവനവൻ്റെ ഗുരു, അവനവൻ്റെ ഉള്ളിലുള്ള ശിവനെ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്, ശിവനെ നമ്മളെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമാണ്. ആ മൊമെൻ്റാണ് ശിവൻ നിങ്ങളുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവുന്നത്, പ്രോപ്പർ സിസ്റ്റം പ്രകാരം പോവുകയാണെങ്കിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ തന്നെ പോകണമെന്ന് നിർബന്ധം പറയുന്നുമില്ല. ഓരോ ചക്രങ്ങളായിട്ടും ഓരോ സാധകനും ഓരോ മനുഷ്യർക്കും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചക്രം മാത്രം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3-4 ചക്രത്തിൽ മാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. അതിലൊന്നും തടസ്സമില്ല. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വരണമെങ്കിൽ ദർ ഇസ് എൻ ഓർഡർ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ല, ഒരു സ്പെസിഫിക് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില റൂളുകളും ലിമിറ്റുകളും പാലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചക്രത്തെ മാത്രം നമുക്ക് ആക്ടിവേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അവിടെയാണ് ഈ മഹാഗുരു തത്വം ഓർ ശിവൻ എന്ന ഫാക്ടർ റൈസായി വരുന്നത്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ ശിവനെ മഹാഗുരുവായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്ന സിറ്റുവേഷൻ വരുന്നത്. ആ ചക്രത്തിൻ്റെ പേരാണ് തേർഡ് ഐ. ഇവിടെയും ഞാൻ ഒരു കാര്യം അണ്ടർലൈൻ ഇട്ട് പറയാണ്. തേർഡ് ഐ എന്ന് ഞാനിവിടെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ എഗെയിൻ ഇൻ്റർനെറ്റിൽ കാണുന്ന തേർഡ് ഐ ആക്ടിവേഷൻ കോഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചക്രം തുറന്ന് നിങ്ങൾ ഭാവി പ്രഡിക്റ്റ് ചെയ്യൂ, നിങ്ങളൊരു ആസ്ട്രോളജർ ആവൂ, അല്ലെങ്കിൽ റേക്കി ഹീലർ ആവൂ, ആ നോൺസെൻസ് അല്ല പറയുന്നത്. തേർഡ് ഐക്ക് തന്നെ പല ഗുണങ്ങളുണ്ട്. അതിലേറ്റവും ഉയർന്നൊരു ഗുണമാണ് ഈ സ്വന്തം ഗൈഡായിട്ട് മാറുക എന്നുള്ളത്. ശിവനെ അവിടെ ഒന്ന് ആവാഹിച്ച് നമ്മൾ പ്രതിഷ്ഠ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ ഒന്ന് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. ദാറ്റ് യു ക്യാൻ ഡു. ഓക്കെ, ഇത് സക്സസ്ഫുള്ളി ചെയ്ത ആൾക്കാരാണ് ഗുരുവായിട്ട് മാറുന്നത്. നമ്മൾ കേൾക്കാറുണ്ട് എൻലൈറ്റൻമെൻറ്റ് നേടിയ ആൾക്കാർ, എല്ലാ ചക്രങ്ങളും തുറന്ന ആൾക്കാർ, അവരെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ വേഷം കെട്ടിയിട്ട് വരുന്ന മനുഷ്യന്മാരെയല്ല ഗുരു എന്ന് വിളിക്കുന്നത്. നല്ല ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ്, മറ്റൊന്ന് തത്വമാണ്. ഗുരു തത്വം, ഇറ്റ്സ് ആൻ എനർജി, ഇറ്റ്സ് ശിവ. അതിനെ ശരീരത്തിൽ ഹോൾഡ് ചെയ്യുന്നതാരോ അവരിലൂടെ ആ ഗുരുതത്വം പുറത്തോട്ട് വരുന്നു. അവരിലൂടെ ശിവൻ്റെ ആ ഒരു ഉപദേശം, ആ ഒരു ഗൈഡൻസ് പുറത്തോട്ട് വരുന്നു. അല്ലാതെ ആ ഒരു വ്യക്തിക്ക്, ആ ഒരു ശരീരത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും മറന്നു പോകുന്നത്. ദാറ്റ്സ് വൈ ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞു, അദൃശ്യരായിട്ട് സമാധിയായി പോയ ഒരുപാട് യോഗികൾ, ഞാൻ പറയുന്നത് ഈ സിദ്ധന്മാർ, 18 സിദ്ധന്മാർ, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സ്റ്റിൽ അവൈലബിൾ ആണ്. കാരണം ഞാനതാ പറഞ്ഞ് ഗുരുതത്വമാണ്, ശരീരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ശരീരം പോയതുകൊണ്ട് ഗുരു പോയി എന്നില്ല. ആ തത്വം ഇവിടെ തന്നെ ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും അതിലൂടെ
ഏതൊരു ജെന്യുവൻ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഗുരുവിനെയും യോഗിയെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? അതോടെ നമ്മൾക്ക് ഈ പ്രശ്നവും പരിഹരിക്കപ്പെടും. മനുഷ്യനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യരുത്. ഗുരുവാണെന്ന് പറയുന്ന ഒരു ഫാൻസി ഡ്രസ്സിനെ വിശ്വസിക്കരുത്. പകരം അവനവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മഹാഗുരു, ആ ശിവൻ തന്നെ ഉള്ളിലുണ്ടാവുമ്പോൾ എന്തിനാണ് ഒരു മനുഷ്യൻ്റെ സഹായം നിങ്ങൾക്ക്? ഓക്കെ, സോ ദാറ്റ്സ് ദ പോയിന്റ്. നൗ അടുത്ത വരുന്ന ചോദ്യം, ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? തിയററ്റിക്കലി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. എങ്ങനെ ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ സാധിക്കും? ഇവിടെ ഒരു സർപ്രൈസിങ് എലമെൻ്റ് ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇൻറ്റ്യൂഷൻ എന്നുള്ള വേർഡ് അറിയുമായിരിക്കും. സ്പിരിച്വാലിറ്റിയിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻറ്റ്യൂഷൻ എന്താണെന്ന് അറിയും. ഇവിടെ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യോഗ, മെഡിറ്റേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇൻറ്റ്യൂഷൻ വളരെ ഡോമിനൻ്റ് ആയിരിക്കും സാധാരണ ആൾക്കാരെക്കാളും. ചിലത് ചെയ്യാൻ പറയുന്നു, ചിലത് ചെയ്യണ്ടെന്ന് പറയുന്നു, ചിലത് പൊക്കോളൂ എന്ന് പറയുന്നു, ചില സ്ഥലത്ത് പോകണ്ടെന്ന് പറയുന്നു. നമ്മൾക്കറിയില്ല അതെങ്ങനെയാണ് വർക്കാവുന്നതെന്ന്. പക്ഷെ എല്ലാ സമയത്തും ഈ ഒരു ഇൻറ്റ്യൂഷൻ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവനവൻ്റെ ഇൻറ്റ്യൂഷൻ എല്ലാവരെയും ഗൈഡ് ചെയ്യുന്നുണ്ട്. നൗ ഒന്ന് സൂക്ഷിച്ച് അനലൈസ് ചെയ്യുക. ഇത് തന്നെയല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഗുരുതത്വം? പേര് മാറ്റി ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. ഈവൻ ഇവിടെയും ഇൻറ്റ്യൂഷൻ എന്ന വാക്കിനെ ഉപയോഗിക്കുന്നത്. കാരണം പറഞ്ഞുതരാം. ഈ ഗുരുതത്വം ഞാൻ പറഞ്ഞു, ഇതൊരു എനർജി മാത്രമാണ്. ഈ ശിവൻ എന്ന് പറയുന്ന ഗുരുതത്വത്തിൽ കണക്ട് ചെയ്യുന്ന ശിവൻ്റെ എനർജി, ഇറ്റ്സ് ആൻ എനർജി ഓൺലി. അതൊരു ലിമിറ്റിന് താഴെയാണെങ്കിൽ, എല്ലാവർക്കും ഈ സാധനം ഉണ്ട്, ബട്ട് അതൊരു ലിമിറ്റിന് താഴെയാണെങ്കിൽ നമ്മൾക്കതിനെ ഗുരുതത്വം എന്ന് ഡയറക്റ്റ്ലി വിളിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ആൻ ഇൻറ്റ്യൂഷൻ. വളരെ മിനിമലായിട്ട് വർക്ക് ചെയ്യുന്ന മനസ്സിൻ്റെ ഒരു എബിലിറ്റി മാത്രമായിട്ട് അത് ഒതുങ്ങും. ബട്ട് എപ്പോഴാണോ അത് ലിമിറ്റ് കടന്ന് വളർന്ന് വലുതാവുന്നത്, നൗ ഇറ്റ്സ് എ ഗുരുതത്വ. നിങ്ങളെ ഏത് സിറ്റുവേഷനിലും, മെറ്റീരിയൽ സിറ്റുവേഷൻ, സ്പിരിച്വൽ പ്രോബ്ലം, വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാ സ്ഥലത്തും ആ ഒരു തത്വത്തിന് ഗൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും, നിങ്ങൾ എത്തേണ്ട സിസ്റ്റത്തിൽ എത്തിക്കും, നിങ്ങൾ പഠിക്കേണ്ട കാര്യത്തിൽ എത്തിക്കും. ഒരിക്കലും പുറത്തുള്ള ഈ ഞാൻ പറഞ്ഞ മനുഷ്യരിലേക്കോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ അടിമപ്പെടാൻ സമ്മതിക്കില്ല. കാരണം ആ നിങ്ങളുടെ സ്വന്തം ഉള്ളിലുള്ള ആ ഗുരുതത്വമാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഓണർ, ദ അൾട്ടിമേറ്റ് ഗുരു. വേറെ എവിടേക്കും ആ ഓണർഷിപ്പ് കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ എല്ലാവർക്കും മിനിമം ലെവലിലുണ്ട്, അതാണ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ അടുത്ത ചോദ്യം, ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇറ്റ്സ് ഓൾറെഡി ആക്ടിവേറ്റഡ്. എങ്ങനെ നമ്മൾക്കിത് ശിവൻ്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ ശിവനോട് കണക്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നമ്മൾക്ക് റൈറ്റ് നൗ അവൈലബിൾ ആയിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, എപ്പോഴും റിപ്പീറ്റായിട്ട് പറയുന്ന പോലെ ആ തേർഡ് ഐനെ നാച്ചുറലി ഉണർത്തുന്ന കാര്യം ചെയ്യും. ദാറ്റ് ഈസ് യോഗ പ്രാക്ടീസ്. നേരെ പോയിട്ട് ഇൻ്റർനെറ്റിൽ തപ്പിപ്പിടിച്ച് തേർഡ് ഐ മെഡിറ്റേഷൻ കോഴ്സ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തൗസൻഡ്സ് ഓഫ് റുപ്പീസ് കൊടുത്ത് ചെയ്യുന്ന പരിപാടിയല്ല പറഞ്ഞത്. പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ റൂളുകളും കാര്യങ്ങളും പാലിച്ച് ട്രഡീഷണൽ ആൻഡ് ക്ലാസിക്കൽ ആയിട്ടുള്ള യോഗ നിങ്ങളുടെ ഇഷ്ടം ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അതൊരു സിസ്റ്റമായിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ റിലീജിയസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഗുരു ചാരിറ്റി അങ്ങനത്തെ ഓർഗനൈസേഷൻ അങ്ങോട്ട് പോയി അടിമപ്പെടരുത്. പകരം ജെന്യുവൻ ആയിട്ടുള്ള സിസ്റ്റം കണ്ടുപിടിക്കുക, അവിടെ തന്നെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നാച്ചുറലി നിങ്ങൾക്ക് ആദ്യം ഡെവലപ്പ് ആവുന്നത് തേർഡ് ഐ ആയിരിക്കും. ദെയർ ഇൻറ്റ്യൂഷൻ എന്നത് മെല്ലെ കൂടി ഈ ശിവതത്വത്തിലേക്ക് എത്തും. അവിടെയാണ് നമ്മളിവിടെ സ്വന്തം ചാനലിൽ പോലും പല അനുഭവങ്ങളുണ്ട്. സമയം മറന്നുകൊണ്ട് ധ്യാനിക്കുക, ശരീരം മറന്നുകൊണ്ട് ധ്യാനിക്കുക, ബ്രത്ത് നിന്നു പോകുന്ന അവസ്ഥ, ശ്വാസം ഉണ്ടാവില്ല, ഒരുപാട് നേരം അങ്ങനെ മെഡിറ്റേഷനിൽ നിലനിന്ന് പോകും. ഇതൊക്കെ ഓൾമോസ്റ്റ് സമാധി അല്ലെങ്കിൽ ശൂന്യം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അടുത്താണ്. ഇതൊക്കെ പോസിബിൾ ആവുന്നത് ഈ ഒരു സ്റ്റേറ്റിൽ മാത്രമാണ്. ദിസ് ഈസ് വൺ വേ. അല്ല ഇനി നിങ്ങൾക്ക് ക്ഷമയില്ല, പെട്ടെന്ന് കാര്യം തീരുമാനിക്കണം, എനിക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സ്പീഡപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ശിവരാത്രി. ശിവരാത്രി എന്ന് പറയുന്നത് ഒരു സ്റ്റോറി നടന്നു, നമ്മൾ ആ സ്റ്റോറി ഓർക്കുന്നു, അല്ലെങ്കിൽ ശിവൻ അവിടെ ഉറങ്ങുന്നു, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഫോക്ലോർ അല്ല ഇൻ റിയാലിറ്റി. അതെ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, ബട്ട് ടെക്നിക്കലി നമ്മളുടെ ഒരു എനർജി ആസ്പെക്റ്റിലെ യോഗ സൈഡിൽ നോക്കുമ്പോൾ ഈ ഒരു രാത്രിയാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ശിവതത്വം അല്ലെങ്കിൽ ആ ഗുരുതത്വം ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് അവൈലബിൾ ആവുന്നത്. ഗുരുവില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പോലും ഗുരുതത്വം ലഭിക്കുന്ന ഏക രാത്രി, അതാണ് ശിവരാത്രി. എല്ലാവർക്കും ശിവൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏക രാത്രി, അതാണ് ശിവരാത്രി. എനിബഡി ബാഡ് ഓർ ഗുഡ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ശിവൻ അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. ആ രാത്രി മാത്രം എല്ലാവർക്കും ഈ തത്വത്തെ ആക്സസ് ചെയ്യാൻ സാധിക്കും.
ഒരു 1, 2, 10 വർഷത്തിൻ്റെ യോഗ സാധനങ്ങളുടെ എഫക്റ്റ് ഈ ഒരൊറ്റ രാത്രി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന പ്രാക്ടീസിലൂടെ, ഒന്നുകൂടെ പറയാണ്, ഞാൻ പറയുന്നത് റിലീജിയസ് പ്രാക്ടീസ് അല്ല, ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങൾ സ്വയമായിട്ട് കമ്മിറ്റായി ചെയ്യുന്ന ഒരു യോഗ സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്, റിലീജിയസ് പ്രാക്ടീസ് അല്ല. ഓക്കെ, ആ സാധനയിലൂടെ ഗുരുതത്വത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശിവരാത്രി. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറക്കമൊഴിക്കുക മാത്രമല്ല, ആ ദിവസം നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്കറിയുന്ന വോട്ടെവർ, ചെറിയ മെഡിറ്റേഷൻ ആണെങ്കിലും, ഇനി ജസ്റ്റായിട്ടൊരു മന്ത്ര ചാൻറ്റിങ് ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു മന്ത്രസാധന, ഭക്തിയോഗ, ഈവൻ നിങ്ങൾ ഇവിടെ എടുക്കുന്ന അഷ്ടാംഗ യോഗ, വോട്ടെവർ ഇറ്റ് മേ ബി, എനി കൈൻഡ് ഓഫ് സാധന, ആ ദിവസം രാത്രി നിങ്ങൾക്ക് കഴിയുന്ന ബെസ്റ്റ് ചെയ്തിരിക്കണം. അന്ന് ചെയ്യാൻ നോക്കണം. മണിക്കൂറോളം ഇരിക്കാൻ പറ്റുവാണെങ്കിൽ മണിക്കൂറോളം ഇരുന്നിരിക്കണം. ആ രാത്രി ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യണം. വേറെ ഒരു ദിവസവും അവൈലബിൾ ആവാത്ത ശിവതത്വം, ഗുരുതത്വം ആ ദിവസം ആ സമയം അവൈലബിൾ ആണ്. നിങ്ങൾ ഈ സാധന ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ സാധിക്കും. ആൻഡ് ദർ ഇസ് ഒരു, നമ്മൾക്കതിനെ ഏകൻ ഒരു ഫോക്ലോർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വിശ്വാസം എന്ന രീതിയിൽ അതിനെ പറയാൻ സാധിക്കും. ഒരു മനുഷ്യൻ അവൻ്റെ ആ ഒരു ജന്മത്തിൽ എക്സാക്ട്ലി 41 ശിവരാത്രി, ഓക്കെ, നല്ലത് 41 വർഷത്തിൻ്റെ കാര്യം പറയുന്നത്, 41 ശിവരാത്രി പ്രോപ്പറായിട്ട് സാധന പ്രകാരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ മോർ ദാൻ 50%, യോഗിൽ 50% പറഞ്ഞു എന്നല്ല, ഒരു ഏകദേശം പറയണം, അവരുടെ ഉള്ളിൽ എന്തായാലും ഈ ശിവതത്വം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. അവർക്ക് ഈ പറയുന്ന മഹാഗുരു തത്വം ഓട്ടോമാറ്റിക്കലി ഇനേബിൾ ആയിട്ടുണ്ടാവും. അവരെല്ലാവരും ഒരു ഗുരുവായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർ സ്വയം ഇറങ്ങി വന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ചുറ്റുമുള്ളവർക്കൊക്കെ അവർക്കൊരു വലിയൊരു ചൈതന്യമുള്ള പോലെയും അവർ വായ തുറന്ന വിസ്ഡം മാത്രമേ വരുള്ളൂ, ജ്ഞാനം മാത്രമേ വരുള്ളൂ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഉയർന്നു പോകും. 41 അതൊരു മണ്ഡലത്തിൻ്റെ ഒരു കാൽക്കുലേഷൻ. ക്ലിയർ? സോ ഇതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള 2 ഓപ്ഷൻസ്. അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ കമ്മിങ് ശിവരാത്രി നമ്മളിവിടെ ഒരു ലൈവ് പോകുന്നുണ്ട്, മിഡ് നൈറ്റ് ലൈവാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് അതിനുള്ള വിൽ പവർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോയുടെ ഒരു എക്സ്പീരിയൻസ്, ഇതിപ്പോൾ വെറും ഒരു വാക്കുകൊണ്ടുള്ള വായ കൊണ്ടുള്ള ഒരു പ്രസംഗമാണിത്, അതിനെ നേരിട്ട് അനുഭവിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ വരുന്ന ശിവരാത്രി ലൈവിന് പങ്കെടുക്കാൻ ശ്രമിക്കും.